ഒരു ഭാഗം തളർന്നു പോവുക എന്നുള്ളതാണ്. ഒരു ഭാഗം തളർന്നു പോവുക, പെട്ടെന്ന് തളർന്നു പോവുക. അതല്ലാത്ത മറ്റു പല ലക്ഷണങ്ങളും ഇത് ഈ പക്ഷാഘാതത്തിന്റെ തുടക്കത്തിലെ ലക്ഷണമായിട്ടുണ്ടാവാം. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞൊരു ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിലേക്ക് അറിഞ്ഞ് നമുക്ക് അത് കൃത്യമായി ചികിത്സിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്കം, അതിന്റെ ഈ അസുഖത്തിന്റെ ചികിത്സ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിലെ തളർച്ചയല്ലാത്ത മുഖത്തിന്റെ കോട്ടം, മുഖം ഒരു ഭാഗത്തേക്ക് കൂടി പോവുക, സംസാരത്തിന് ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തരിപ്പ്, കടച്ചിൽ, തലകറക്കം, ഇങ്ങനെ പല പല ലക്ഷണങ്ങളുമായിട്ടും ഇതുണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞു, ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത്, എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പൊ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് അനുസരിച്ച് അതിന്റെ ലക്ഷണങ്ങൾ മാറിയിരിക്കും. അപ്പൊ നമ്മുടെ കൈയിന്റെ ഇളക്കത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്താണ് തലച്ചോറിൽ പക്ഷാഘാതം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ കൈയിന് കുഴച്ചിലായിരിക്കും സംഭവിക്കുക. അതേസമയം നമ്മൾ സംസാരിക്കുന്ന ഭാഗത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്താണ് ഈ പക്ഷാഘാതം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ സംസാരത്തിന് ഇടർച്ചയായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ പല ലക്ഷണങ്ങൾ കൊണ്ടും ഈ പക്ഷാഘാതം അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നാട്ടിലുള്ള കറണ്ടാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ BSNLന്റെ ബ്രോഡ്ബാൻഡ് എടുത്തത്. ഈ കറണ്ട് പ്രശ്നവും നെറ്റിന്റെ പ്രശ്നങ്ങളൊന്നും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് കറണ്ട് കുത്തിയാലേ വർക്കാവുള്ളൂ. അപ്പോൾ കറണ്ട് പോകുമ്പോഴൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഞാനിവിടെ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സിലായതുകൊണ്ട് കറണ്ട് പോയാൽ ഉടനെ തന്നെ ജനറേറ്റർ ഓണാക്കും. അപ്പൊ കറണ്ട് പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 2 തവണ പോയി വരും. ഇപ്പൊ കറണ്ട് ഇപ്പൊ ജനറേറ്ററിലായിരിക്കും, ഇനിയിപ്പോ ഇത് കറണ്ട് വരുന്ന സമയത്ത് ഇത് ഓഫാക്കി വീണ്ടും. അപ്പൊ ഞാൻ എങ്ങനെ ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് 4 മിനിറ്റിന്റെ ഉള്ളിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കട്ടായി എന്ന് വിചാരിക്കുന്ന ഭാഗം, അതായത് നമ്മുടെ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ്. അപ്പോൾ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ചികിത്സിച്ചാൽ ഉണ്ടാകുന്ന ഫലമല്ല കുറെ കഴിഞ്ഞിട്ടുണ്ടായാൽ. കുറെ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം പക്ഷാഘാതത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാലിയേറ്റീവാണ്. അത് നമുക്ക് ചെയ്യാവുന്നത് അതിന് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റു കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരും കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ. അതുകൊണ്ട് തലയുടെ ഓരോ ഭാഗത്തും, തലയുടെ സെറിബെല്ലം എന്ന് പറയുന്ന ബാക്കിലുള്ള നമ്മുടെ പിരടിയുടെ ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ശരിക്കും നടന്നു പോകുമ്പോഴൊക്കെ ബാലൻസ് നിയന്ത്രിക്കുന്നത് ഒക്കെ. അപ്പോൾ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തലകറക്കമായിട്ടായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, തലകറക്കം മാത്രമായിരിക്കാം. സംസാരിക്കുന്ന ഭാഗത്ത് നിയന്ത്രിക്കുന്ന ഭാഗത്താണ് ഈ പക്ഷാഘാതം വന്നതെങ്കിൽ സംസാരത്തിന് ഇടർച്ചയും, സംസാരിക്കാൻ പറ്റാതാവുക, സംസാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ സംസാരത്തിന് പല ഭാഗങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ള ഒരാൾ പറയുന്നത് കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ പുറത്തേക്ക് പറയുക. ഇത് പലതരത്തിലുള്ള അഫേസിയ ഉണ്ടാവും. അതായത് ഒരാൾ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പോ ഉണ്ടാകുന്ന അവസ്ഥ വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് പറയേണ്ട കാരണം വെച്ചാൽ ചില ആളുകൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ടാവാം, ചോദിച്ചതിനായിരിക്കില്ല മറുപടി പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഈ തലച്ചോറിലുള്ള പ്രശ്നം കൊണ്ടുണ്ടാവാം. അപ്പോ സംസാരത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, തീരെ സംസാരിക്കാതിരിക്കുക, സംസാരം തന്നെ ഫ്ലുവന്റ് അല്ലാതിരിക്കുക, വളരെ വിട്ടുവിട്ട് പറയുക, അതല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല പറയുക. അപ്പോൾ അതൊക്കെ തലച്ചോറിനെ ബാധിക്കും. ഓരോരോ ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതുപോലെ തരിപ്പ്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, സംസാരത്തിന്റെ ഭക്ഷണം ഇറക്കുന്നതിന് ചില കണ്ണിന് കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ, കണ്ണ് കൂടിപ്പോകുന്നത്, അങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഇത് കാണാം. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ അത് സൂചിപ്പിച്ച രണ്ടാമത്തെ കറണ്ട് പോക്കാണത്. അതായത് ജനറേറ്റർ ഓഫാക്കി വീണ്ടും
മെയിൻ കാര്യത്തിലേക്ക് കൊടുത്തതാണ്. ഏതായാലും ക്ഷമിക്കുക, അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ലക്ഷണങ്ങൾ പൊതുവെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റു ചോദ്യാവസരങ്ങൾ ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെ കാരണങ്ങളാണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പൊതുവെ പ്രായം കൂടുന്നുള്ള ആളുകളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ പ്രായം കൂടുന്നത് ഒരു കാരണമാണ്. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകളിൽ അപൂർവമായിട്ടാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും, ഞാൻ പറയാം. അതിന്റെ കൂടെ പ്രമേയം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കാര്യത്തിൽ. അത് ഹാർട്ടിന്റെ അറ്റാക്ക് പോലെ തന്നെ ബ്രെയിനിനും അതേ സാമ്യമായ രീതിയിൽ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. രക്തക്കുഴലുകളെ ബാധിക്കുന്നു, അത് ഈ പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നു. അതാണൊരു കാര്യം. പ്രമേഹം, അതുപോലെ തന്നെ പ്രഷർ. ഏറ്റവും ആദ്യം പറയേണ്ടത് രക്തസമ്മർദ്ദമാണ്, പ്രഷറാണ്. തലച്ചോറിലേക്കുള്ള ഈ പക്ഷാഘാതത്തിനെ കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ കൂടുതൽ പറയേണ്ടത് പ്രഷറിനെ കുറിച്ചാണ്. പ്രഷറാണ് ആദ്യം പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രമേഹം. പ്രഷർ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് പ്രമേഹം. പ്രഷറിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പ്രഷറിന്റെ റൂൾ ഓഫ് 10 എന്ന് പറയാറുണ്ട്. അതായത് ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പ്രമേഹം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ 10% ആളുകൾ മാത്രമേ പ്രമേഹം ഉണ്ട് എന്ന് അറിയുന്നുള്ളൂ. അതിനുള്ള 10% ആളുകളിൽ 10% ആളുകൾ മാത്രമേ പ്രഷർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുള്ളൂ. പരിശോധിക്കുന്ന ആളുകളിൽ തന്നെ 10% ആളുകളെ അത് ചികിത്സിക്കുന്നുള്ളൂ. അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളെ നമുക്ക് പ്രഷറിന് വേണ്ടി ചികിത്സിക്കുന്നുള്ളൂ. പക്ഷെ വളരെ വലിയ ശതമാനം സമൂഹത്തിന് ഈ പ്രഷറിന്റെ പ്രശ്നമുണ്ട്. അത് പലപ്പോഴും കണ്ടെത്തപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നുണ്ട്. അത് ഒരു സൈലന്റ് കില്ലർ എന്നാണ് പറയാ. അതായത് ഒരു നിശബ്ദനായ കൊലയാളി. അതിന്റെ എന്തെങ്കിലും വളരെ ഗുരുതരമായ പ്രത്യാഘാതം വന്ന ശേഷമായിരിക്കും അത് പ്രഷർ കൊണ്ടാണ് എന്ന് പറയാ. എന്നല്ലാതെ പ്രഷറിന് മുൻകൂട്ടി കണ്ട് ചികിത്സിക്കാൻ പലപ്പോഴും പലരും മുതിരാറില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ പ്രഷർ ഒന്ന് ഇടക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടും പ്രഷർ പ്രശ്നം ഉണ്ടെങ്കിലും തീർച്ചയായും നിർബന്ധമായിട്ട് തന്നെ ഈ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേടുന്ന നേട്ടം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം പക്ഷാഘാതത്തിനുണ്ടാകുന്ന സാധ്യത വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷാഘാതത്തിന്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട്. പ്രഷർ കാരണം കണ്ണിന്റെ ഞരമ്പിന്റെ അസുഖം കുറയ്ക്കുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൊളസ്ട്രോള് പ്രായമായ ആളുകളിലാണ് കണ്ടുവരുന്നത്. എന്നാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ അനാരോഗ്യകരമായ ഭക്ഷണക്രമം, തടി കൂടിയ ആളുകളിൽ, ഇങ്ങനത്തെ ആളുകളിലൊക്കെ ഈ കൊളസ്ട്രോളിന്റെ ഈ കൊഴുപ്പിന്റെ പ്രശ്നം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ കൂടെ തടി കൂടുതൽ, ലൈഫ് സ്റ്റൈൽ, അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് അധികം ഇളക്കമില്ലാത്ത, എക്സസൈസ് ഒന്നും ചെയ്യാത്ത അവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലേക്ക് കാരണമായിട്ട് പറയാം. അതല്ലാതെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം വരുത്താവുന്ന അസുഖം സാധാരണ വരുന്ന കാരണങ്ങൾ. അതല്ലാതെ ഹൃദയത്തിന്റെ വാൽവുകളിൽ ഉണ്ടാകുന്ന തകരാറ്, അതുപോലെ തന്നെ അതിന്റെ താളമെടുപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ചില കണ്ടെത്താതെ പോകുന്ന പല ഹൃദയത്തിന്റെ പ്രശ്നങ്ങളും ഇങ്ങനെ പക്ഷാഘാതത്തിലേക്ക് നയിക്കാം. കാരണം എന്താ വെച്ചാൽ ഹൃദയത്തിന്റെ കൃത്യമായ പമ്പിങ് ഉണ്ടായാൽ മാത്രമേ തലച്ചോറിലേക്ക് കൃത്യമായ രക്തം കാര്യങ്ങളൊക്കെ എത്തും. അതേസമയം പമ്പിങ് കൃത്യമല്ലെങ്കിൽ, സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് ഹൃദയത്തിന്റെ പമ്പിങ് നടക്കുന്നതെങ്കിൽ അവിടെ രക്തം കട്ട പിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ത്രോംബസ് ഉണ്ടാവാം. അതായത് രക്തക്കട്ടകളെ ഞാൻ പറയാം. അത് പിന്നെ രക്തക്കുഴലുകളിലൂടെ രക്തത്തിലൂടെ ചെന്ന് ബ്ലോക്കായിട്ട് മാറും. അപ്പോൾ കണ്ടെത്തപ്പെടാതെ പോകുന്ന ഹൃദയത്തിന്റെ അസുഖങ്ങൾ ഇത്തരത്തിൽ തലച്ചോറിൽ രക്തം കട്ട പിടിക്കാനും ഇങ്ങനെ പക്ഷാഘാതം ഉണ്ടായി ഒരു ഭാഗം തളർന്നു പോകാനും കാരണമാവുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഇതൊക്കെ എപ്പോഴും പരിധിയിൽ നിർത്താൻ ശ്രമിക്കുക. സ്ഥിരമായി എക്സസൈസ് ചെയ്യുക. ഹൃദയത്തിന് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് ചില തരത്തിലുള്ള കൺജനിറ്റൽ, ജനിക്കുമ്പോഴേ ഉള്ള ഹൃദയത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇത്തരം പക്ഷാഘാതത്തിന് കാരണമാവാറുണ്ട്. ഏതായാലും
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ ടൈപ്സ് ഓഫ് സ്ട്രോക്ക്, 2 തരത്തിലുള്ള പക്ഷാഘാതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കുന്ന തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു പക്ഷാഘാതമുണ്ട്. അതല്ലെങ്കിൽ പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് ആ രക്തക്കുഴലുകൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല, പ്രഷർ താങ്ങാൻ പറ്റാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥയും, 2 അവസ്ഥയും ഉണ്ടാവാം. ഈ 2 അവസ്ഥയും തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 2 അവസ്ഥയ്ക്കും ചികിത്സ വ്യത്യാസമാണ്. അപ്പോ ഏറ്റവും ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങള്, ആ ലക്ഷണങ്ങളിൽ ആദ്യം ഏറ്റവും മുമ്പേ തന്നെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിന് പറ്റിയ ചികിത്സയുള്ള സെന്ററിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള പക്ഷാഘാതമുണ്ട്. രക്തം കട്ട പിടിക്കുന്നതുണ്ട്, രക്തം പൊട്ടി ഒലിച്ചിട്ട് ഉണ്ടാവുന്ന ഹെമറേജ് അല്ലെങ്കിൽ ത്രോംബോസിസ്, ഇത് 2 പേരിലാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ രക്തം കട്ട പിടിക്കുന്ന തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ അത് ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ചില ഇഞ്ചക്ഷനുകളുണ്ട്. അത് രക്തം ഈ കട്ട പിടിച്ചത് അലിയിക്കാനുള്ള തരത്തിലുള്ള ഇഞ്ചക്ഷനാണ്. ഒരിക്കൽ കൂടി പറയാം, 2 തരത്തിലുള്ള ഈ പക്ഷാഘാതമുണ്ട്. രക്തം കട്ട പിടിക്കുന്ന തരത്തിലുള്ള പക്ഷാഘാതമാണെങ്കിൽ അത് നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് നമുക്ക് CT എടുത്ത് നോക്കിയാൽ അത് അറിയുള്ളൂ. തലന്റെ CT സ്കാൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും രക്തം കട്ട പിടിച്ചതാണോ അതല്ല രക്തം പൊട്ടി ഒലിച്ചുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണോ. അപ്പോ എത്രയും പെട്ടെന്ന് ആ CT ചെയ്ത് അതിനുള്ള ചികിത്സയുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുറെ അളവോളം ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്ത് അത് രക്തം കട്ട പിടിച്ചതാണെന്ന് അറിയുകയാണെങ്കിൽ രക്തം കട്ട പിടിച്ചത് അലിയിച്ചു കളയാനുള്ള തരത്തിലുള്ള മരുന്നുകൾ ഉണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇത് ഉണ്ടാവില്ല. CT നിർബന്ധമായിട്ട് വേണം, CT സ്കാനിങ് നിർബന്ധമായിട്ട് വേണം. കാരണം ആ CT സ്കാനിങ് ചെയ്താൽ ഇത് ഏത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ CT സ്കാനിങ്ങുള്ള എല്ലാ സ്ഥലത്തും ഇത്തരം രക്തം അലിയിച്ച തരത്തിലുള്ള കളയുന്ന തരത്തിലുള്ള ചികിത്സ ചെയ്യാറുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം വേണം നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അത് സമയം കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ശരിക്കും അത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടർക്ക് ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ചെയ്യാവുന്നത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തുന്നതെങ്കിൽ തലയുടെ CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് രക്തം കട്ട പിടിച്ചതാണോ ആണെങ്കിൽ ഒരു 1-2 ഗുളിക കൂടുതൽ കൊടുക്കും. അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സ എന്ന് മാത്രം. അത് ഒരു പാലിയേറ്റീവ് ആണ്. അത് കൂടുതലാവാതിരിക്കാൻ, അതിന് കാരണമായിട്ടുള്ള പ്രഷർ, ഷുഗർ ഇങ്ങനത്തെ ഒക്കെ നിയന്ത്രിക്കാൻ എന്നുള്ളതല്ലാതെ ഒരു ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളൊരവസ്ഥ നമുക്ക് ശ്രമിക്കണമെങ്കിൽ പോലും ആദ്യത്തെ 3-4 മണിക്കൂറിനുള്ളിൽ ഈ രോഗാവസ്ഥ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഈ വാർണിംഗ് സിഗ്നൽസ് ഞാൻ പറഞ്ഞല്ലോ, വാർണിംഗ് സിഗ്നൽസ്, അതായത് ചെറിയ തലകറക്കം അല്ലെങ്കിൽ തരിപ്പ്, കടച്ചിൽ ഉണ്ടാകുമ്പോഴൊക്കെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു പാരാലിസിസിനുള്ള ഒരു ഭാഗം തളർന്നു പോകുന്നതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇവിടെ കിടത്തി നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വരാം. വീട്ടിൽ നിന്നൊക്കെ വളരെ ദൂരെയുള്ള വീട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയാം ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയില്ല ഏത് സമയത്താണ് ഈ ഒരു പാരാലിസിസ് സംഭവിച്ചത്. വേക്കിംഗ് അപ്പ് വിത്ത് ദിസ് പാരാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയില്ല ഏത് സമയത്താണ്, ഉറക്കത്തിൽ ഏത് സമയത്താണ് ഈ പക്ഷാഘാതം സംഭവിച്ചിട്ടുള്ളത്. അപ്പോഴും ഈ ചികിത്സ ചെയ്യാൻ പറ്റില്ല. അതല്ല, ഉണർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഴച്ചിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഈ CTയും ഈ രക്തം അലിയിച്ചു കളയുന്ന ചികിത്സയും ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോയാൽ വളരെ പെട്ടെന്ന് 3 മുതൽ 4-4.5 മണിക്കൂർ വരെയൊക്കെ ചെയ്യാറുണ്ട്. അത് വളരെ പ്രായം കൂടിയ ആളുകളിൽ അത് ചെയ്യില്ല. ഒരു നിശ്ചിത പ്രായത്തിലായിരിക്കണം. പിന്നെ ആ സമയത്ത് സംഭവിക്കുന്ന പക്ഷാഘാതത്തിന്റെ തോത് വളരെ കൂടുതലാണെങ്കിലും ചെയ്യില്ല. അങ്ങനെ ഇതാണ് പൊതുവെ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു 4 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ചെയ്യുന്നതെല്ലാം നമ്മൾ എത്രത്തോളം അത് ബാധിച്ചു എന്നനുസരിച്ചിരിക്കും. വളരെ കുറഞ്ഞ തോതിൽ ബാധിച്ചിട്ടുള്ളെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞാലാണെങ്കിലും ചിലപ്പോ പിന്നെ കുറെ ഒരു 4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3-4 മാസം കഴിയുമ്പോൾ പതുക്കെ അതിന്റെ ചലനശേഷിയൊക്കെ തിരിച്ചു കിട്ടാം. ഫിസിയോതെറാപ്പി, ഈ പ്രഷർ, ഷുഗറിനൊക്കെ കുറെ കൂടെ നിയന്ത്രിച്ചിട്ടൊക്കെ അത് നമ്മുടെ ശരീരം തന്നെ സ്വയം
ഒരു മുറിവ് ഉണങ്ങുന്നത് പോലെ, മുറിവ് ഉണങ്ങാൻ എത്ര സമയം എടുക്കുന്നു എന്ന പോലെ ആ ഭാഗം ഉണങ്ങാനും അതൊക്കെയുള്ള സ്വയം ഹീലിംഗ്, സെൽഫ് ഹീലിംഗ് എന്ന് പറയാം. അത് അങ്ങനെ ചെയ്തിട്ട് വേണം പിന്നീട്. ചില ആളുകൾക്കൊക്കെ തളർച്ച ഉണ്ടായിരുന്നു, പിന്നെ പതുക്കെ എണീറ്റ് നടന്നു എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ടല്ലോ. അതൊക്കെ ആ ഒരു ഭാഗത്തേക്ക് വരാം, ആ ഒരു ഗണത്തിൽപ്പെടുത്താം. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം അങ്ങനെയാണ് സംഭവിക്കുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. അതായത് പൂർണ്ണമായും നാശം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഈ രക്തക്കട്ട സ്വയമായി അലിഞ്ഞു പോവുക. നമ്മുടെ ശരീരത്തിൽ തന്നെ രക്തം കട്ട പിടിക്കുന്നതിനെതിരെയുള്ള മെക്കാനിസം പടച്ചോന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകുന്ന തരത്തിലുള്ള ഈ പാരാലിസിസ്, വീക്ക്നെസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രോഗ്നോസിസ് ആണ്. അങ്ങനെ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറെ കൂടെ മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അത് പൂർണ്ണമായും ഒരു മാറ്റം, അവിടെ വലിയൊരു ദോഷം ശരീരത്തിൽ ഉണ്ടാക്കാതെ കുറച്ച് സമയത്തേക്ക് രക്തം കട്ടയായിട്ട് നിന്ന് സ്വയമായി അലിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അത് അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് പൂർണ്ണമായ തളർച്ച വരാനുള്ളൊരു സാധ്യതയാണെന്നുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ നമുക്ക് കുറെ കൂടെ നന്നായി ചികിത്സിക്കാനും മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്നുകൾ തുടങ്ങാനും സാധിക്കും. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഹൃദയരോഗികൾ കഴിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ് പോലെയുള്ള മരുന്നുകൾ തന്നെയാണ് ഇവർക്കും കൊടുക്കേണ്ടത്. അതല്ല, ഹൃദയത്തിന്റെ താളത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന പോലെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഹൃദയത്തിന്റെ താളം കൃത്യമായി ഇടിക്കാത്ത കാരണം ഉണ്ടാകുന്ന തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തരം മരുന്നുണ്ട്, വാർഫാരിൻ. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും വാർഫാരിൻ നടത്തിയിട്ടുള്ള ഗുളിക. എന്നിട്ട് അത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിന്റെ രക്തത്തിൽ അതിന്റെ പരിശോധന ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ചികിത്സകളൊക്കെയാണ്. ഇതൊക്കെയാണ് ചികിത്സാ രീതികൾ. ചികിത്സാ രീതികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് തുടങ്ങി 3-4 മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ രക്തം കട്ട പിടിച്ചതാണോ എന്നറിയുകയാണെങ്കിൽ രക്തം കട്ട പിടിച്ചത് അലിയിച്ച് കളയാനുള്ള ചികിത്സയുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിലും തീർച്ചയായും അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ അതിന് ചികിത്സ ചിലപ്പോൾ ചിലടത്ത് 45,000 രൂപയ്ക്ക് ആ ഒരു മരുന്നിനാവുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും അയാൾക്കൊരു ജീവൻ തിരിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും പലപ്പോഴും. കാരണം ഒരു ഭാഗം തളർന്ന് ഒരു ഭാഗം മൊത്തം കിടന്നു പോവുക എന്നുള്ളത് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അവർക്കും അവരുടെ കുടുംബത്തിനും അവർക്ക് ആ ഒരു വ്യക്തിക്ക് പിന്നീട് പരിചരണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെല്ലാം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചികിത്സന്റെ കാര്യം പിന്നുള്ളത് നമുക്ക് ഇനി വരാതിരിക്കാം. ഈ ഇത്തരത്തിലുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ്, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിന്റെ അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ കഴിക്കുന്ന അതേ തരം മരുന്നുകളാണ് ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രിൽ എന്ന് പറയുന്ന ഒരു തരം മരുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളിനുള്ള മരുന്നുകളും നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ ഇതിൽ ഈ മരുന്നുകളുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും വലിയ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ ഈ പ്രധാനപ്പെട്ട മരുന്നുകളും ഉണ്ടാവും, മറ്റു പല മരുന്നുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു 10-15 മരുന്ന് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായും കഴിക്കേണ്ട മരുന്നുകൾ ചിലപ്പോൾ 3-4 ആയിരിക്കും. അതിന് ചിലപ്പോൾ അധികം വിലയുണ്ടാവില്ല, ചിലപ്പോൾ 2-3. ഇപ്പോൾ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളിക അതിന് ശരിക്കും 50 പൈസയിൽ താഴെ വിലയുള്ളൂ. ഈ സ്ട്രോക്ക് പ്രിവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ആസ്പിരിൻ. അതുപോലെ തന്നെ പ്രഷറിന്റെ മരുന്നുകൾ, ഷുഗറിന്റെ മരുന്നുകൾ. ഒരു 10-15 മരുന്നിന്റെ ലിസ്റ്റ് തന്നാൽ ഈ ഒരു രോഗിക്ക് അറിയില്ല ഏത് മരുന്നാണ് നിർബന്ധമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരുന്നുകൾ. മറ്റുള്ള മരുന്നുകളെല്ലാം ഈ അസുഖത്തിനെ സഹായിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു ലിസ്റ്റ്, ഒരു വലിയ ലിസ്റ്റ്, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു വലിയ ലിസ്റ്റ് തുടർച്ചയായിട്ട് കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മാസം കഴിച്ച് 2 മാസം കഴിച്ച് അവരങ്ങ് നിർത്തും. അതാണ് സംഭവിക്കുക. അവർ സ്വന്തമായിട്ട് അങ്ങ് നിർത്തി പോവുക. അതുകൊണ്ടുണ്ടാവുന്ന വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് നിർബന്ധമായിട്ട് കഴിക്കേണ്ട മരുന്നുകൾ എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഡോക്ടറെ അഭിപ്രായം ചോദിച്ചിട്ട് ഇതിൽ നിർബന്ധമായി കഴിക്കേണ്ട മരുന്നുകൾ ഏതാണ് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ ഏതാണ് എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും.
ഇത് ഈ ഒരു അവസ്ഥ, ഈ ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പ്രശ്നം അത് എല്ലാ മേഖലയും എല്ലാ പ്രശ്നത്തിലും ഉണ്ട്. ഈ പക്ഷാഘാതത്തിന്റെ പ്രശ്നത്തിലുണ്ട്, അതുപോലെ തന്നെ ഈ ഹാർട്ടിന്റെ അസുഖത്തിന്റെ ഈ അറ്റാക്കിന്റെ പ്രശ്നത്തിലും എല്ലാത്തിലും ഉണ്ട്. അറ്റാക്കിന്റെ അസുഖത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ ഈ പറഞ്ഞ ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന്, രക്തം കട്ടപിരിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്ന്, ഗ്ലോപ്പുലെറ്റ് എന്ന് പറയുന്ന മരുന്ന്, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ മരുന്ന്, പ്രഷറിന്റെ മരുന്ന്, ഇതല്ലാതെ മറ്റു പല മരുന്നുകളും ഉണ്ടാവും. അതായത് ഈ ഗ്യാസിനുള്ള മരുന്നുകളുണ്ടാവും, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാവും, പല മരുന്നുകളും ഉണ്ടാവും. അപ്പോൾ നമ്മളത് മരുന്നുകളെ കുറിച്ച്, നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകുന്നത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് പൂർണ്ണമായും എല്ലാ ചികിത്സയും ഒറ്റയടിക്ക്, ഈ സാമ്പത്തിക പ്രശ്നം കാരണം പൂർണ്ണമായും എല്ലാ ചികിത്സകളും ഒറ്റയടിക്ക് നിർത്തുന്നതിൽ നിന്ന് നമുക്ക് ഒരു സംരക്ഷണമായിരിക്കും. അതാണ് ഇപ്പൊ പറയുന്നതിന്റെ കൂടുതലൊന്ന് പറഞ്ഞു പോകാനുള്ളത്. ചികിത്സയെക്കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകൾ ചിലപ്പോൾ ഈ ഇത്തരം രോഗികൾക്ക് ആവശ്യമായി വരും എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഏത് തരത്തിലുള്ള പക്ഷാഘാതമാണെന്ന് അറിയാൻ വേണ്ടിയുള്ള സ്കാനിങ്, CT സ്കാനിങ് നിർബന്ധമായിട്ട് എല്ലാവരും ഇത് ചെയ്തിരിക്കും. അത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ ചെയ്ത് റിപ്പോർട്ടായി തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതാണ് എന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ ആ CT സ്കാനിങ് ചെയ്യണം. അത്ര നേരത്തെ ചെയ്യുകയാണെങ്കിൽ അതിൽ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ അതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ രക്തം കട്ട പിടിച്ചതാണെങ്കിലും അതല്ല രക്തം പൊട്ടി ഒലിച്ചതാണെങ്കിലും രണ്ടിനും ചികിത്സയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം. രക്തം പൊട്ടി ഒലിച്ചതാണെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകൾ ഒഴിവാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ആസ്പിരിൻ, ക്ലോപ്പുലെറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്. അപ്പോൾ തലച്ചോറിനകത്തുള്ള രക്തസ്രാവം കൊണ്ടാണ് ഈ പക്ഷാഘാതം വന്നിട്ടുള്ളതെങ്കിൽ അത്തരം മരുന്നുകൾ ഒഴിവാക്കേണ്ടി വരും. ഈ രണ്ട് വ്യത്യാസം മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ CT സ്കാനിങ് വേണ്ടി വരും. പിന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഹൃദയത്തിന്റെ മിടിപ്പിലുണ്ടാവുന്ന തകരാറ് കൊണ്ട് ഈ പക്ഷാഘാതം ഉണ്ടാവുന്നു. അപ്പോൾ പക്ഷാഘാതമുള്ള ആളുകൾ നിർബന്ധമായും ഈ ECG ചെയ്തു നോക്കും. അതുപോലെ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയം പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ എക്കോയും ചെയ്യും. എക്കോ ഞാൻ പറഞ്ഞു വാൾവിന്റെ തകരാറ് കാരണം ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള രക്തക്കട്ടകൾ തലച്ചോറിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വാൾവിന്റെ തകരാറ്, അതുപോലെ തന്നെ ഓട്ട, നമ്മൾ ചെറിയ കുട്ടികളിൽ ഹൃദയത്തിന് ഉള്ളിൽ ഓട്ടയുണ്ടെന്നൊക്കെ പറയില്ലേ, അതായത് 4 അറകളായിട്ടാണ് ഹൃദയമുള്ളത്. 4 അറകളും വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. അതിൽ ചില വാൾവുകൾ വഴി പോകേണ്ട സമയത്ത് പോകാനും അതല്ലാത്ത സമയത്ത് നിർത്തിവെക്കാനൊക്കെയുള്ള സംവിധാനം പടച്ചോൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ചില ഓട്ടകളൊക്കെ വരികയാണെങ്കിൽ, ചില അസുഖം കൊണ്ട് അല്ലെങ്കിൽ ജന്മന തന്നെ ഓട്ട വരികയാണെങ്കിലൊക്കെ രക്തക്കട്ടകൾ എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് എത്തുകയും അത് കാരണം ഈ പക്ഷാഘാതം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സംശയം ഈ പരിശോധിക്കുന്ന ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ എക്കോയും ചെയ്യാൻ നിർദ്ദേശിക്കും. പിന്നെ കഴുത്തിലുള്ള ഞരമ്പുകളുണ്ട്, നമ്മൾ കരോട്ടിഡ് എന്ന് പറയുന്നത്, കരോട്ടിഡ് ഞരമ്പുകളിൽ രക്തക്കട്ട ഉണ്ടെങ്കിൽ അത് തലച്ചോറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കും. തലയുടെ ഒരു കഴുത്തിന് എവിടെയുള്ള, അത് തലയുടെ CT സ്കാൻ അല്ല, കഴുത്തിനുള്ള സാധാരണ ഒരു നമ്മൾ USG സ്കാൻ എന്ന് പറയില്ലേ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ, ചെലവ് കുറഞ്ഞൊരു സ്കാനാണ്. അതിന് ഏകദേശം 500 രൂപയാണെങ്കിൽ CT സ്കാൻ വരുന്നത് 1500, അങ്ങനെ ആ ഒരു വ്യത്യസ്തമായ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇതാണ് പൊതുവെ നടത്തുന്ന പരിശോധനകൾ. അപ്പോ ഇതൊക്കെയാണ് പൊതുവെ കാര്യത്തിൽ പറയാനുള്ളത് ചികിത്സയുടെ കാര്യത്തിലും. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞു, ഇപ്പൊ ആൾറെഡി ഇങ്ങനെ ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞു, ഒരു ഭാഗം തളർന്നു പോയി, ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അയാൾക്ക് കൊടുക്കുന്ന ചികിത്സ അത്തരത്തിലുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള എല്ലാം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ തുടരുക. ഫിസിയോതെറാപ്പി ചെയ്യുക. കൈയിന് ഇളക്കം ഇല്ലാത്തൊരു കൈയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുക, കൈ മടക്കി നിർത്തി കൊടുക്കുക. അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് നമ്മുടെ കൈയിന് മടക്കാനും നിർത്താനുമുള്ള മസിൽസ് രണ്ടിനും 2 ശേഷിയാണ്. കൈ മടക്കാനായിരിക്കും നമുക്ക് എല്ലാവർക്കും കൂടുതൽ ബലം ഉണ്ടാവുക, നിർത്താൻ ബലം കുറവായിരിക്കും. നമുക്കത് മനസ്സിലാവും. കൈ മടക്കാനുള്ള അത്രയും ശക്തിയിൽ നമുക്ക് നിർത്താൻ സാധിക്കില്ല. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ തീരെ ഉപയോഗിക്കാതെ കിടക്കുന്ന അവസ്ഥയിൽ മടക്കാനുള്ള മസിൽസ് കൂടുതൽ ശക്തിയായതുകൊണ്ട് അത് സ്വയം അങ്ങ് മടങ്ങി നിൽക്കും. ഒരു മടങ്ങിയിട്ട് ഒരു വിറങ്ങലിച്ചങ്ങ് നിൽക്കും, കൈ മടങ്ങി അങ്ങ് നിൽക്കും, കാലാണെങ്കിലും കാല് മടങ്ങി നിൽക്കും. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിൽ
അവർ ഇങ്ങനൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം തളർന്നുപോയ ആളുകൾ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം. ഭാവിയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ഹീലിംഗ് സ്വയമായി അത് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറെ കാലം കഴിയുമ്പോഴെങ്കിലും അവർ നീച്ച് നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ അവർ ആ ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിലേ ആ ഒരു സാധ്യത ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൈയും കാലൊക്കെ ഒരു സ്ട്രിക്ചർ എന്നാണ് പറയാ, അതിന് ഉറച്ചു പോകും, ഒരു പ്രത്യേക അവസ്ഥയിൽ ഉറച്ചങ്ങ് പോകും. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവർക്ക് സ്വന്തമായിട്ട് രണ്ട് ഭാഗം തളർന്നുപോയ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭാഗം പൂർണ്ണമായി തളർന്നുപോയ ആളുകൾക്ക് കിടന്നുപോയ ഒരു കിടത്തത്തിൽ സ്വന്തമായിട്ട് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പുറകു വശത്ത് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിടത്തത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ കിടന്നു കഴിഞ്ഞാൽ സ്വന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആളുകളാണ്. അങ്ങനെ മെക്കാനിസം നമ്മുടെ ശരീരത്തിനുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം നമ്മുടെ ബെഡിലേക്ക് നമുക്ക് ഭാരം വരുന്നുണ്ട്. അപ്പോൾ കുറെ സമയത്തേക്ക് ഒരേ രൂപത്തിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗമാണോ ശരീരത്തിനോട് മുട്ടി നിൽക്കുന്നത്, അല്ല ഈ ബെഡിനോട് തൊട്ട് നിൽക്കുന്ന ഭാഗത്തിന് കുറെ സമയത്തേക്ക് പ്രഷർ ഉണ്ടായിട്ട് അവിടെ രക്തം കിട്ടാതെ ആ ഭാഗം അൾസർ ഉണ്ടാവാൻ, അവിടെ പൊട്ടി മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്താ ചെയ്യുക, നമ്മളറിയാതെ തന്നെ ഓരോ 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങിയാൽ ഒരേ പൊസിഷനിലല്ല നമ്മൾ കിടക്കുന്നത്. നമ്മുടെ അറിയാതെ തന്നെ നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. അതിന്റെ അങ്ങനെ കിടന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ മാറി മാറി കിടക്കുന്നില്ലെങ്കിൽ പുറത്ത് മുറിവുണ്ടാവാനും അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇത്തരത്തില് നോർമലായ വ്യക്തികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം ഈ ഒരു പക്ഷാഘാതം വന്ന ആളുകൾക്ക് ഇങ്ങനെ സ്വയം അവർക്ക് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനുള്ള ആവേഗങ്ങൾ, അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കണം എന്നുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് കാരണം അവിടെ ഏത് ഭാഗമാണ്, ഇപ്പോൾ കിടക്കുന്ന ഒരു പ്രായം കൂടിയ വ്യക്തിയാണെങ്കിൽ ഇടുപ്പല്ല് നേരിട്ട് നമ്മുടെ അരയുടെ ഭാഗത്ത് കട്ടി കൂടിയ എല്ല് അത് നേരിട്ട് നമ്മുടെ മസിലിന് നേരെ കട്ടിലേക്ക് അമർച്ച വരികയാണ്. ഈ കട്ടിലിന്റെയും നമ്മുടെ എല്ലിന്റെ ഇടയിൽ നമ്മുടെ ഈ മാംസം കുറെ സമയത്തേക്ക് അമർന്നു നിൽക്കുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ അവിടെ നശിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കിടപ്പിലായ ആളുകളിൽ ബാക്കിൽ മുറിവ് വരുന്നത്. അതിന് ബെഡ് സോർ എന്നാണ് പറയുന്നത്. അപ്പോ അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ 2 മണിക്കൂറിൽ ഇടവിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. അതിന് ചെയ്യാവുന്നത് ഈ കൈ നമ്മുടെ തലയണ ഒക്കെ പല ഭാഗങ്ങളിൽ വെച്ചു കൊടുക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ വാട്ടർ ബെഡാണ്, വെള്ളം നിറയ്ക്കുന്ന ബെഡ്. അതിൽ കിടത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ പ്രഷർ വരില്ല, എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും പ്രഷർ വരുന്നത്. വെള്ളം നിറച്ചിട്ടുള്ള ബെഡുണ്ട്, അതായത് നമ്മുടെ ഈ ടാർപോളിന്റെ ആ ഒരു സാധനം വെച്ചിട്ട് ഒരു ബെഡ് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇതില്ലേ നമ്മുടെ ഊതി വീർപ്പിക്കുന്ന തരത്തിലുള്ള തലയണയില്ലേ, അത് കണ്ടിട്ടില്ലേ, ഏകദേശം അതുപോലെ അതിനകത്തേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കുന്ന തരത്തിലുള്ള ബെഡ്, ആ ബെഡുണ്ട്. അതുപോലെ തന്നെ എയർ ബെഡ് ഉണ്ട്, കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും എയർ ബെഡിന്. എയർ ബെഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എയർ ആയിരിക്കും നമ്മൾ നിറയ്ക്കുന്നത്. അതും മോട്ടർ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്, മോട്ടർ വെച്ചിട്ടുള്ളതുണ്ട്. അതായത് കുറെ നേരത്തേക്ക് ചില ഭാഗത്ത് എയർ ഉണ്ടായിരിക്കും, ചില ഭാഗത്ത് എയർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചും കിടക്കുന്ന എഫക്റ്റ് അതിൽ തന്നെ ചെയ്യുന്ന തരത്തിലുള്ള എയർ ബെഡ് ഉണ്ട്, വാട്ടർ ബെഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്നുകിൽ വീട്ടിൽ വാങ്ങിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ക്ലിനിക്കുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നമ്മുടെ സഹചാരിയൊക്കെ ഇപ്പൊ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പുതിയ രീതികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. സഹചാരിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള ഈ കിടപ്പിലായ രോഗികൾക്കുള്ള ചികിത്സയുടെ പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും, ഗവൺമെന്റും അതല്ലാതെയും ഒക്കെയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ചില സംഘടനകൾ നടത്തുന്നുണ്ടാവും, മതസംഘടന നടത്തുന്നുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് കഴിയുന്നൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കേണ്ട വേണ്ട നിർദ്ദേശങ്ങളും ഇത്തരത്തിലുള്ള ബെഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയാനുള്ളത്.
അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിലാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിന്റെ അറകളിൽ ഉണ്ടാകുന്ന, പറഞ്ഞ പോലെ ഹൃദയത്തിൽ ഓട്ടകൾ ഉണ്ടെങ്കിലൊക്കെ ഇതൊരു ഒരു കാരണമാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ എപ്പോഴെങ്കിലും നമ്മൾ അതിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക്, സ്ഥിരമായി പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് പറയാൻ സാധിക്കും. പ്രായം കുറഞ്ഞ ആളുകളിൽ പ്രമേഹത്തിന്റെ അനിയന്ത്രിതമായ പ്രശ്നം ഉണ്ടെങ്കിലും അതും ഇത്തരം പക്ഷാഘാതത്തിലേക്ക് നയിക്കും. പ്രഷറിന്റെ പ്രശ്നം അതുപോലെ തന്നെ. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളിലൊക്കെ ഇത്തരം അവസ്ഥകൾ കണ്ട ആളുകളാണ് പലരും, മിക്ക ആളുകളും. അത്തരം അവസ്ഥകളെ തൊട്ട് നമുക്ക് എല്ലാവരും കാവലിനെ ചോദിക്കുക. എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് ഒന്ന് ചോദിക്കുക. ഞാൻ പറ്റുന്ന രീതിയിൽ അതിന് മറുപടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് ഇതിന്റെ ക്ലാസ് ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര കണ്ട് മനസ്സിലാവും എന്നുള്ളത് സാധാരണക്കാരായ നമുക്ക് എത്ര കണ്ട് മനസ്സിലാവും നമുക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ ഇവിടെ അടുത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ദിവസങ്ങളോളം മൗലാന ഹോസ്പിറ്റലിൽ ഈ ഒരു വിഷയമായിട്ട് കടന്നു. പക്ഷെ അത് പക്ഷാഘാതം ഏത് രൂപത്തിലാണ് എനിക്കറിയില്ല. ഏതായാലും പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞ് തലച്ചോറിൽ പോയി അങ്ങനെ കിടക്കണം. അങ്ങനെ കിടക്കും. ഒരു മാറ്റില്ല. കണ്ണിങ്ങനെ ഇടക്കിങ്ങനെ തുറക്കും. കണ്ണിങ്ങനെ തുറക്കാന്നല്ലാതെ അതിന് വേറെ ഒരു മാറ്റം കാണുന്നില്ല. ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ അതിന് എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ്. ഇപ്പോ അങ്ങനെ ഇനി അതിന് വല്ല മോചനം ഉണ്ടാവുക, അതേ രൂപത്തിൽ അങ്ങനെ ഒരുപാട് കാലം കിടക്കേണ്ടി വരുമോ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അതിൽ നിന്ന് വരുമോ എന്നുള്ളതാണ് ഡോക്ടർ റഹ്മാൻ സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നഫറുല്ല സാഹിബ് ചോദിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ പക്ഷാഘാതം ഉണ്ടാകുന്നതിന് പല തോതിലുണ്ടാവും. വളരെ ചുരുങ്ങിയ തോതിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് രക്തം കട്ട പിടിച്ചതാണെങ്കിൽ അതിനെ അലിയിക്കാനുള്ള മരുന്ന് കൊടുത്താൽ ഒരു കൂടിയ ആളുകളിലും അത് പോയി കിട്ടും. അതേസമയം വളരെ വലിയ തോതിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു തലച്ചോറിന്റെ ഒരു പകുതിയിൽ കൂടുതലൊക്കെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ് വളരെ മോശമാണ്. അത് ഭാവിയിലേക്ക് അത് എങ്ങനെ വളരെ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു റിക്കവറി പ്രതീക്ഷിക്കേണ്ടതില്ല ആ കാര്യത്തിൽ. കണ്ണ് മാത്രമേ അളക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിങ്ങൾ പറയുകയും ചെയ്തു, തലച്ചോറിൽ അത്യാവശ്യം നല്ലൊരു അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഡോക്ടറും എല്ലാവരും അതിൽ കാര്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പരസ്പരം സംസാരിക്കേണ്ടതിന്റെ ഒരു അപാകത നമ്മൾ കേരളത്തിൽ പൊതുവെ കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ ശരിക്ക് ഈ രോഗം എന്താണ് സംഭവം, ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഡോക്ടറോട് രോഗികൾ ഒന്നുകിൽ ചോദിക്കാത്ത കാരണം, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഈ രോഗിയുടെ കൂടെയുള്ള ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 4 മണിക്കൂറിൽ ചെയ്യാവുന്ന ചികിത്സയാണ് അതിന്റെ ചികിത്സ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം അതിന് എന്താ പറയാ, പാലിയേറ്റീവ് കെയർ ആണ്. അതൊരു വലിയ തരത്തിലുള്ള ഒരു സ്ട്രോക്ക് ആണെങ്കിൽ പിന്നെ അതും ജീവൻ നിലനിർത്താനുള്ള ഒരു ചികിത്സ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കണ്ണ് മാത്രം അളക്കുന്നതാണെങ്കിൽ കുറച്ചധികം വലിയ രീതിയിൽ തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രം ചെയ്യാവുന്ന ചികിത്സയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ ചികിത്സ ആവശ്യമായി വരും. സ്വന്തമായി ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ട്യൂബ് ഇടും. സ്വന്തമായി ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ മാത്രം ഇത്തരം ആളുകളിൽ ഹോസ്പിറ്റൽ ചികിത്സ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. അതായത് ജീവൻ നിലനിർത്താനുള്ളത് ഭക്ഷണം കൊടുക്കുക, ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുക, തിരിച്ചു മറിച്ചും കിടക്കുക. ഇതിൽ കൂടുതലൊന്നും വളരെ വലിയൊരു മിറക്കിൾ
ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തലച്ചോറിൽ ഒരു വലിയ ഭാഗത്തേക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരീരത്തിന്റെ എല്ലാ ഭാഗവും നശിക്കുള്ളൂ, എല്ലാ ഭാഗത്തേക്കും ഈ ഇളക്കമില്ലാതാവുള്ളൂ, കണ്ണിന് മാത്രം. അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കാവുന്നത് തലച്ചോറിന്റെ താഴേക്ക് വരുന്ന ഈ സുഷുമ്നാ നാഡിയുടെ തുടക്കത്തിൽ ബ്രെയിൻ സ്റ്റെം സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത്ര ചെറിയ ഏരിയ ആയിരിക്കും, പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തലച്ചോറിൽ നിന്ന് താഴേക്ക് വിവരങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ നട്ടെല്ലിന്റെ തുടക്കത്തിൽ, അതായത് തലച്ചോറിന്റെ ഉള്ളിൽ എന്തുണ്ടായാലും ആ നട്ടെല്ല് ആ വഴി താഴത്തേക്ക് വരണ്ടേ. ആ ഒരു കുഴലിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ താഴത്തേക്ക് വരാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതാണ് പ്രശ്നമായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇതിനൊക്കെ ഞാൻ പറയാനുള്ളത്, തുടക്കത്തിലെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു ഭാഗത്ത് ഒരു തളർച്ചയായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിലൊക്കെ നമ്മൾ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. ആ ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വളരെ ഒരു വലിയൊരു കാര്യമായിരിക്കും. അതാണ് അക്കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്. പിന്നെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്, മസ്തിഷ്കാഘാതം, പാരാലിസിസ്, പക്ഷാഘാതം എല്ലാം ഒന്ന് തന്നെയാണോ? മസ്തിഷ്കാഘാതം പക്ഷാഘാതം ഒന്ന് തന്നെയാണ്. തലച്ചോറിനകത്തുള്ള രക്തയോട്ടത്തിലുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക്, പക്ഷാഘാതം രണ്ടും ഒന്നാണ്. പക്ഷേ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ തളർച്ചയാണ്, ഒരു ഭാഗം തളർന്നു പോവുക. ഒരു ഭാഗം തളർന്നു പോകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ തലച്ചോറിന്റെ പ്രശ്നം. തലച്ചോറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല തളർച്ച ഉണ്ടാവുക, താഴേക്കുള്ള നട്ടലിന്റെ പ്രശ്നം. കാരണം ഒരാളിപ്പം ഒരു ആക്സിഡന്റ് പറ്റി വീണുപോയി, നട്ടെല്ല് മുറിഞ്ഞു പോയാൽ അതിന് താഴത്തേക്ക് പാരാലിസിസ് ആവും, അവിടുന്ന് ഇളകൂല. അപ്പൊ അതും പാരാലിസിസ് വരും, അതൊരു കാരണം മാത്രമാണ്. അതുപോലെ മറ്റു പല കാരണങ്ങളും അങ്ങനെ ഉണ്ടാവും. നട്ടെല്ല് പൊട്ടിപ്പോകുന്നത്, ഈ നെടുമുള്ളിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറയില്ല, വീഴ്ചയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വീഴ്ചയിലല്ലാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് ഞരമ്പുകളിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പല കാരണങ്ങളുകൊണ്ട് പാരാലിസിസ് ഉണ്ടാവാം. അപ്പോ എല്ലാ പാരാലിസിസും പക്ഷാഘാതവും മസ്തിഷ്കാഘാതവും അല്ല, പക്ഷേ മസ്തിഷ്കാഘാതവും പക്ഷാഘാതവും രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത്. ഇനി മറ്റു ചോദ്യങ്ങളുണ്ടോ? അബ്ദുള്ള സാഹിബ് ചോദ്യത്തിന് വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനുമായി പിന്നെ സുഖമില്ലാതെ പോയപ്പോൾ പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആദ്യം പറഞ്ഞതാണ്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഡിസ്കിന്റെ പ്രോബ്ലം വന്ന് കൈ പൊങ്ങാതെ, ഇപ്പൊ കൈ പകുതി പിന്നെ പൊങ്ങുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല്, പിന്നെ ഞാൻ ഗുളിക, അതായത് അസറ്റിൽ കാർണിറ്റിൻ എന്നുള്ള ഒരു ടാബ്ലറ്റും അതുപോലെ തന്നെ ഷൽക്കാൽ, അത് വിറ്റാമിൻസ് ഒക്കെ, കാൽസ്യം അതൊക്കെ അടങ്ങിയ ഒരു ക്യാപ്സൂളും, അത് നേരെ 4 മാസം വരെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഫിസിയോതെറാപ്പി അതുപോലെ ഈ മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ടുണ്ട്, ഒരു മെഷീനൊക്കെ വാങ്ങിയിട്ട് ചെയ്തുകൊണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാല്, ഇപ്പൊ വന്നതിന് ശേഷം ഒരു മാസം 20 ദിവസമായി. ഇപ്പൊ വന്നതിന് ശേഷം എനിക്ക് പ്രഷർ കുറച്ച് കൂടിയിട്ടുണ്ട്. മുമ്പ് ഒരു 130-90 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 150ഓളം പിന്നെ വരുന്നുണ്ട്. അത് ഡോക്ടറെ കാണിച്ചപ്പോ എനിക്ക് വേറെ ഒരു ഗുളിക കഴിക്കാൻ വേണ്ടി തന്നു, 2 ആഴ്ച കഴിക്കുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. ആർബിട്ടൻ, അതായത് വൽസർട്ടാൻ 80 മില്ലിഗ്രാം, അത് 15 ദിവസം 2 ആഴ്ച കഴിക്കുന്നു പറഞ്ഞു. അത് കഴിച്ചപ്പോ കുറച്ച് കുറവുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഞരമ്പ് സംബന്ധമായ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഗുളിക, ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ടാണോ ഈ പ്രഷർ കൂടിയത്, അല്ല വേറെ വല്ല ഞരമ്പിന്റെ പിന്നെ കാരണം കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നത്. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടർ റഹ്മാൻ സാഹിബ് പോയോ? അഞ്ഞടിച്ചിട്ടുണ്ട്. DC ആയി തോന്നുന്നുണ്ട് അല്ലേ? വേറെ ആൾക്കാര് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവിടെ ഫോൺ ചെയ്ത് കണ്ടേ. പറയ്. ഞാൻ ചോദിച്ചോട്ടെ. ഡോക്ടർ DC ആയിക്കണു ഇപ്പേ കേട്ടാ. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ഓക്കെ. അമീർ സാഹിബ് മസ്ജിദ് പോയോ? ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. ഡോക്ടർ അങ്ങനെ ബൗൺസ് ചെയ്യുന്നതല്ലേ തന്നെ. അബ്ദുൽ കുംബ്ല സാഹിബിന്റെ ചോദ്യം കേട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുംബ്ല സാഹിബ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരും. ഡോക്ടർ, നാട്ടില് കറണ്ടിന്റെ പ്രശ്നമാണേ. നാട്ടിലെ കറണ്ടിന്റെ പ്രോബ്ലം ആണ്. ഞാൻ നാട്ടിൽ പോയാൽ ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട്, ഞാൻ നെറ്റിലൊന്നും വരൂല. ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്ത് പോകുന്ന ഒരാളാണ്. നാട്ടിൽ പോയാൽ ഞാൻ ബൈലക്സിൽ വരൂല ആദ്യം തന്നെ പറയും. എനിക്കതിൽ ഇതൊന്നും ഇല്ലല്ലോ. അതിന്റെ കൂടെ വിറ്റാമിൻ ഡിയുടെ ഒക്കെ മരുന്നുകളുണ്ടാവും. അതുകൊണ്ടൊന്നും ഇങ്ങനെ പ്രഷർ കൂടാറില്ല. പിന്നെ പൊതുവെ ഒരു നമ്മുടെ ജീവിതശൈലിയും, നമ്മളിപ്പം വെറുതെ നാട്ടിലാകുമ്പോ അങ്ങനെ അത്ര ജോലി പിരിമുറുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നാട്ടിൽ നിന്ന് പോകുമ്പോ ജോലിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രായം കുറേശ്ശെ കൂടി വരുന്നു. 150 എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലല്ല. പക്ഷെ മറ്റു പ്രമേയം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഒരു 130 താഴെ നിർത്തണം എന്നുള്ളതാണ്. പ്രമേയമുള്ള ആളുകളിൽ കുറച്ചുകൂടെ വിഗ്രസ് ആയിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യണമെന്നാണ് പൊതുവെ പറയാറ്. നിങ്ങൾക്ക് പ്രമേയം ഉണ്ടെന്ന് എനിക്കറിയാം, മുമ്പ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ മരുന്നുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കില്ല. പൊതുവെ നിങ്ങൾ നാട്ടിൽ നിന്ന് വിട്ടു, ജോലിയായി ബന്ധപ്പെട്ടുള്ള തിരക്കും കാര്യങ്ങളും അതിന്റെ പിരിമുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 150 ഉണ്ടായിരുന്നു. 90 പ്രശ്നം തന്നെയാണ്. താഴത്തുള്ള 90 താഴെ നിൽക്കണം എന്നുള്ളതാണ്. ഈ 140-90 എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ സിസ്റ്റോളിക് എന്ന് പറയും, താഴത്തേന് ഡയസ്റ്റോളിക് എന്ന് പറയും. അപ്പോൾ ഈ താഴത്തെ 140-90 എന്ന് പറയുന്നത് അത് 90 താഴെ നിൽക്കണം. മറ്റേത് 130 വരെ വരാം പ്രമേയ രോഗികൾ എന്നാണ് പൊതുവെ പറയാം. പക്ഷെ ഒരു വല്ലാതെ പ്രായം കൂടി കഴിഞ്ഞാൽ ഒരു 70-80 ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു വലിയൊരു ടാർഗറ്റ് വെക്കാറില്ല. കാരണം അവരുടെ രക്തക്കോയിൽ കുറച്ചുകൂടെ സ്റ്റിഫായിരിക്കും വല്ലാതെ പ്രായം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന BP ആയിരിക്കില്ല ശരിക്കും അവർക്കുള്ളത്. അപ്പോൾ ഒരു 140 ഒക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 160-170 ഒക്കെ കാണാം. ഏതായാലും മരുന്നുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തന്ന മരുന്ന് അതല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന പ്രമേഹമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കേണ്ട തരത്തിലുള്ള ഈ പ്രഷറിന്റെ മരുന്ന് തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. വൽസാറ്റൻ എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നാണ് അത്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ AC ഇൻഹിബിറ്റർ എന്ന് പറയുന്ന വേറെ തരത്തിലുള്ള ഈ 2 തരം മരുന്നുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രമേയ രോഗികളിൽ പ്രഷർ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ട 2 തരം മരുന്നുകളുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങൾക്ക് ഡോക്ടർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ തരം മരുന്ന് തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടർ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ജാഫർ ഉസ്താദ്. പിന്നെ നിങ്ങൾ സംസാരിച്ച ഞാൻ അത് മറന്നു. പിന്നെ എനിക്ക് ഈ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, പൾസ് കൂടുതലായി വരുന്നുണ്ട്. അത് രാത്രിയിലാണ് കൂടുതൽ എനിക്ക് അനുഭവപ്പെടുന്നത്, പകലില്ല. എനിക്കിപ്പോ നടക്കുമ്പോഴൊന്നുമല്ല, ഉറങ്ങാൻ കിടക്കുമ്പോ പൾസ് കൂടുതൽ വരുന്നുണ്ട്. ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തപ്പോ പിന്നെ ചിലപ്പോ 100-105 ചില സമയത്ത് 95 ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുമ്പോ ഭയങ്കര ഹാർട്ട് പിന്നെ ഹൃദയമിടിപ്പ് കൂടുതലുണ്ടാവും. ചില സമയത്ത് ഉറങ്ങാൻ കിടന്ന് അങ്ങനെ ഉറങ്ങ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര പിന്നെ ഹൃദയം ഇടിപ്പ് കൂടുതലുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? ഈ പ്രഷറിന്റെ ഭാഗം തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും അസുഖമാണോ ഒന്ന് അറിയാൻ പിന്നെ താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിച്ചാല് നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഹൃദയമിടിപ്പ് കൂടുതൽ ഉണ്ട്. ഡോക്ടർ
പരിശോധിച്ചിട്ട് ഹൃദയമിടിപ്പ് കൂടുതലുണ്ടെന്ന് പറഞ്ഞെങ്കിലും 100 എന്ന് പറഞ്ഞാൽ നമ്മൾ 60 മുതൽ 100 വരെയാണ് പൊതുവെ പറയാറ്. 100 വല്ലാതെ കൂടുകയാണെങ്കിൽ ഒരു വല്ലാതെ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഒരു ലക്ഷണമാണ്, അതായത് ഹൃദയം ഉള്ളിൽ നിന്ന് മിടിക്കുന്നതായിട്ട് നമുക്ക് സ്വയം അനുഭവപ്പെടുക. അതിന് പാൽപിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഓടി കിതച്ചത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് മിടിക്കുന്നത് നമുക്ക് സ്വന്തം അറിയാൻ സാധിക്കും. അത് പലർക്കും അനുഭവപ്പെട്ടുണ്ടാവും. കുറെ ഓടി കഴിഞ്ഞാലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക. ഉള്ളിൽ നിന്ന് ഹൃദയം ഇടിക്കുന്നത് നമുക്ക് സ്വയം തോന്നുക, അത് മനസ്സിലാവുക. അത് വെറുതെ ഇരിക്കുമ്പോഴും അങ്ങനെ തോന്നുക എന്നുള്ളത് അതൊരു ലക്ഷണമാണ്. അതിന് പാൽപിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൃദയം ഉള്ളിൽ നിന്ന് ഇടിക്കുന്നത് നമുക്ക് അവെയർ ആയിരിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നുള്ളത് ഒരു ലക്ഷണമാണ്. അത് പല അസുഖത്തിന്റെ ലക്ഷണങ്ങളാവാം, അല്ല നിങ്ങൾ സ്വയം ഒരു ടെൻഷന്റെ പ്രശ്നങ്ങളുണ്ടാവാം, ഹൃദയം വല്ലാതെ കൂടുതൽ എണ്ണ ഇടിച്ചാലുണ്ടാവാം, ഹൃദയത്തിന്റെ താളത്തെറ്റുകളുണ്ടാവാം. ഏതായാലും നിങ്ങൾ ECG ഒക്കെ എടുത്തിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞെങ്കിൽ അതിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല. ECG എടുക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഉറക്കത്തുനിന്ന് എണീക്കുന്ന തരത്തിൽ ഇങ്ങനെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആട്ടിന്റെ ഡോക്ടറെ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളൊന്ന് സംഭവിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ മിടിപ്പ് നമുക്ക് സ്വന്തം അനുഭവപ്പെടുക എന്നുള്ളത് അത് ിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ രാത്രി ഞാൻ വീശയോ ഇല്ലല്ലോ, രാത്രിയിൽ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഹൃദയമിടിപ്പ് സ്വയം ബോധം വന്നിട്ട് നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോട് ആ ഒരു കാര്യം പറയേണ്ടി വരും. ഡോക്ടർ അസ്സലാമു അലൈക്കും. ഡോക്ടർ ഡീസ് ഏതാണോ അല്ല കേൾക്കുന്നുണ്ടോ? ഡോക്ടർ സാറ് കേൾക്കുന്നുണ്ടോ? ഡോക്ടർ സാറ് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഡീസ് ആണെന്ന് തോന്നുന്നു. കറണ്ട് പോയതാണെന്നല്ല, കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് ബോൺസ് ചെയ്യാം, അതാണ് നല്ലത് അല്ലേ? കാരണം മുപ്പർ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ ബോൺസ് ചെയ്ത് അൺബോൺസ് ചെയ്യാം. ചെയ്തു, അൺബോൺസ് ചെയ്ത. ഓക്കെ, മമ്മൂട്ടിക്ക് ചെയ്തു. താങ്ക്സ്. ഇൻഷാല്ലാ ഇപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് വരും. നാട്ടിൽ നിന്നാണ്, നാട്ടിലുള്ള ഒരു പ്രശ്നമാണ് ഈ കറണ്ടിന്റെ പ്രശ്നങ്ങള്. പിന്നെ എല്ലാവരും ചോദിക്കാൻ പറയും. ജാഫർ ഉസ്താദ് കൈപൊക്കി നിന്നിട്ടുണ്ട്. ഇൻഷാല്ലാ പിന്നെ വല്ലവർക്കും ചോദിക്കാനുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത്. ഇത് സംബന്ധമായിട്ട് എല്ലാവർക്കും അറിയാനുള്ളത്, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ട് ഒക്കെ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. മനസ്സിലായില്ലേ? ചോദിക്കുന്നത് എല്ലാവർക്കും ചോദിച്ചറിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും. ഇൻഷാല്ലാ വേറെ ആളുകൾക്ക് വേണ്ടി ചോദിക്കുന്നു. ഓക്കെ, ഞാൻ എന്റേത് ഇത് ഇന്ന് ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജാഫർ ഉസ്താദ്. അതിനുശേഷം നിങ്ങൾ ചോദിച്ചോളി. മനസ്സിലായില്ല? പിന്നെ ഡോക്ടർ സാർ വന്നു കഴിഞ്ഞാല് ഇൻഷാല്ലാ അത് നാട്ടിലെ പ്രശ്നമാണ്. കറണ്ട് പോക്ക് നാട്ടിലെ അങ്ങോട്ട് വല്ലാത്ത പോക്കാണെന്ന് തോന്നി. നമ്മളെ കാസർഗോഡ് ജില്ലയിലൊന്നും ഈ മാതിരി പോക്കില്ല കേട്ടോ. അവിടെ എന്താണെന്ന് അറിയാം, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ സംവിധാനം മറ്റേ വന്നു, ഡോക്ടർ സാറ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ സാറ് കേൾക്കുന്നുണ്ടല്ലോ? ഡോക്ടർ സാറ് കേൾക്കുന്നുണ്ടോ? ഡോക്ടർ സാറ് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, എനിക്ക് പിന്നെ ഇത് അവസാനമായൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഞാൻ വരുന്നതിന് മുമ്പ്, ഇപ്പൊ വന്നിട്ട് 1 മാസം 20 ദിവസമായി. വരുന്നതിന് 3-4 മാസം മുന്നേ പിന്നെ കാർഡിയോളജിസ്റ്റിനെ കണ്ടിരുന്നു. കാരണം ഇത് എന്റെ ഞരമ്പ് സംബന്ധമായി ഇങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ഇതേപോലെ എനിക്ക് നാട്ടിലുള്ളപ്പോ പിന്നെ ഹൃദയമിടിപ്പ് ഇതൊക്കെ ഉള്ള സമയത്ത് ഒന്ന് കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടിരുന്നു. ചെക്കൊക്കെ ചെയ്തു, ECG എടുത്തു, നടത്തിച്ച് പിന്നെ കുറച്ച് ഓടിച്ചൊക്കെ നോക്കി. എന്നിട്ട് മൂപ്പർ പറഞ്ഞ് ഒന്നും ഇല്ല, പിന്നെ വേറെ ഗുളികന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പ് 1 വർഷം മുമ്പ് വേറെ ഒരു ഡോക്ടർക്ക് കാണിച്ചിരുന്നു. അപ്പൊ മൂപ്പറിന്റെ അടുത്ത് പറഞ്ഞ് ഇപ്പൊ വയസ്സ് പിന്നെ 50ന്റെ അടുത്ത് ആയല്ലോ, അപ്പൊ നിങ്ങള് എക്വസ്പ്രിൻ 75 മില്ലിഗ്രാം അത് കണ്ടിന്യൂ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം കഴിച്ചോളൂ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് പിന്നെ കുറച്ച് സമയം ഞാൻ കഴിച്ചു. അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ
എന്നാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നെ ഈ വക ECGയും കാര്യങ്ങളൊക്കെ നാട്ടിൽ പിന്നെ എല്ലാം ചെക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അന്നേരം ഇത്ര ഓവറില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പിന്നെ ഹൃദയമിടിപ്പ് കുറച്ച് കൂടുതൽ കാണുന്നത്, പ്രഷർ കൂടിയത്. അപ്പൊ ഈ എക്കോസ്പ്രിൻ കഴിക്കുന്ന ഞാൻ ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. ഇപ്പോ ഒരു 4-5 മാസം മേലെയായി. കഴിഞ്ഞ അസുഖമായതിനു ശേഷം കഴിച്ചിട്ടില്ല. 6 മാസം 7 മാസമായി. അത് ഞാൻ തുടർന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് കഴിക്കുന്നത് കൊണ്ട് ഈ പിന്നെ ഹൃദയമിടിപ്പിന് അതുപോലെ തന്നെ ഇതിനൊക്കെ പ്രഷറിനൊക്കെ എന്തെങ്കിലും ഭേദമുണ്ടാവോ? അത് കൂടുതൽ ലോങ് ടൈം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുമോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഒന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എക്കോസ്പിരിൻ എന്ന് പറയുന്നത് ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്നാണ്. ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ സെക്കൻഡറി പ്രൊഫൈലാക്സിസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് വരാതിരിക്കാൻ വേണ്ടി ഉള്ള മരുന്നാണത്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആളുകളിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി ഇപ്പോഴും ശാസ്ത്രലോകം പറഞ്ഞിട്ടില്ല, മെഡിക്കൽ ഫീൽഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷമൊന്നും വരാനില്ല എന്നുള്ളതാണ് അതിന് മറുപടി. അപ്പോൾ ഇതിലൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് നോക്കുക. നമ്മൾ ഇത് കഴിക്കുന്ന മരുന്ന് അത് നമ്മൾ ചെലവാക്കുന്ന പൈസ കൊണ്ട് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് പൊതുവെ നോക്കുക. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. അത് കഴിച്ചുകൊണ്ട് ദോഷമൊന്നും ഉണ്ടെന്ന് ആർക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് വരുന്നതിന് മുമ്പ് കഴിച്ചാൽ അപ്പോ നല്ലതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേക സ്റ്റഡികളുടെ പിൻബലമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പിൻബലം വന്ന് അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക പഠനം നടത്തേണ്ടി വരും. അതായത് ഒരു 40 വയസ്സ് അല്ല 50 വയസ്സ് മുതൽ കുറെ ആളുകൾക്ക് ആസ്പിരിൻ സ്ഥിരമായിട്ട് കൊടുക്കണം. പിന്നെ കൊടുക്കാത്ത ആളുകൾ കുറെ ആൾക്കാർ എടുക്കണം. എന്നിട്ട് അവര് തമ്മിൽ അവര് ഏകദേശം ഒരേപോലുള്ള ആളുകളായിരിക്കണം. അതായത് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാം പ്രഷറുള്ള ആളുകൾ. അപ്പോൾ ഒരേ തരത്തിലുള്ള കുറെ ആളുകൾ അവര് ഒന്ന് ആസ്പിരിൻ കഴിക്കുന്ന ആളുകളായിരിക്കാം, ആസ്പിരിൻ കഴിക്കാത്ത ആളുകളായിരിക്കാം. എന്നിട്ട് അവര് തമ്മിൽ അവർക്ക് എത്ര ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളൊരു പഠനം നടത്തണം. വളരെ വലിയൊരു പഠനം നടത്തിയാലേ അതിന് കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൊരു കാര്യം പറഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. അപ്പോ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അസുഖം വരുന്നതിന് തടയാനും അത് തന്നെ വേണം. കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും വരാനുമില്ല. അതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞ ഒരു 50 പൈസന്റെ അടുത്ത് വില വരുന്ന മരുന്നാണത് സാധനം. ആസ്പിരിൻ, എക്കോസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്ന്. ദോഷമൊന്നും വരാനില്ല. അത് ഹാർട്ടിന്റെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഹൃദയാഘാതം, രക്തം കട്ട പിടിക്കുന്നതിനെ കുറയ്ക്കുന്ന തരത്തിലുള്ള പ്ലേറ്റ്ലെറ്റിന്റെ ഉപയോഗം പ്രവർത്തനം കുറച്ചൊന്ന് കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു മരുന്നാണ്. അത് രക്തം കട്ട പിടിക്കുന്ന കാരണം ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ പ്രശ്നത്തിന്, അതുപോലെ തന്നെ തലച്ചോറിന്റെ ഇപ്പൊ പറഞ്ഞ ഇന്നത്തെ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട പക്ഷാഘാതത്തിന്, ഈ 2 കാര്യത്തിനും സെക്കൻഡറി പ്രൊഫൈലാക്സിസിന് വേണ്ടി, അതായത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. അസുഖത്തിന് മുമ്പേ കഴിക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുമുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു 40-45 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 ഒരു കണക്ക് പറയാം, 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ ബോഡി ഇതുവരെ പറഞ്ഞിട്ടില്ല ഫോർ പ്രൈമറി പ്രിവെൻഷൻ. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതൊരു റേഡിയോ ശ്രോതാവിന് വേണ്ടി ചോദിക്കാൻ കേട്ടോ. ഒരു രോഗി ഇടത് കൈയിന് വേദനയായിട്ട് തരിപ്പ് വന്നിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോ പറഞ്ഞു ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് വലത് കൈയിനും ചെറുതായിട്ട് തരിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇനി ആ രോഗി
ആ മരുന്ന് കൊണ്ട് ഇവിടെ നിൽക്കണോ അതോ പെട്ടെന്ന് നാട്ടിൽ പോകണോ എന്നുള്ള ആ രോഗിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇടത് കൈയിന് തരിപ്പ് വന്നപ്പോൾ ചെന്നപ്പോൾ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ചക്ക് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഗുരുതരമായ ഒരു അവസ്ഥയായിട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാൻ ചോദിച്ചിട്ടുണ്ടാകുക. പെട്ടെന്ന് നാട്ടിൽ പോകണോ അതോ ആ മരുന്ന് കൊണ്ട് തന്നെ ആ ബ്ലോക്ക് ഒഴിവാകുന്ന വല്ല സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഡോക്ടർ റഹ്മാൻ സാഹിബിന് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വലത് കൈയിനും ആ തരിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇടത് കൈയിനാണ് തുടങ്ങിയത്. ഇപ്പോ വലത് കൈക്കും അത് ചെറുതായിട്ട് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ ഉള്ള ഐഡിയയിലെ PM വന്നതാണോ? കാരണം കുറെ കൂടുതൽ വിവരങ്ങൾ അതിൽ അറിയാനുണ്ട്. നമ്മുടെ ജാഫർ വില്ലൻ സാഹിബ് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഉള്ള ഐഡിയയിൽ റേഡിയോ എന്നുള്ളതാണ്. ഇത് തരിപ്പ് പല കാരണങ്ങളും ഉണ്ടാവാം. അതാണൊരു കാര്യം. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലുള്ള ബ്ലോക്ക് ആവാം. അപ്പോ തലയുടെ സ്കാൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ, തലയുടെ സ്കാനിങ് ചെയ്തിട്ട് തലയിൽ ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കയ്യിൽ തരിപ്പ് വന്നത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് അതെന്തുകൊണ്ട് വന്നു എന്നുള്ള കഴുത്തിനുള്ള സ്കാനിങ്, ഹൃദയത്തിന്റെ ചില പരിശോധനകൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് മരുന്നാണ് എങ്കിൽ അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. കഴുത്തിനുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ അതൊരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതല്ല ഹൃദയത്തിന്റെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സ. അപ്പോൾ ഇതിന്റെ എല്ലാ പരിശോധനകളും കഴിഞ്ഞിട്ട് മരുന്നുകളാണ് ഇതിന് ചികിത്സ എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാവുന്നതാണ്, ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. അല്ല കയ്യിലെ തരിപ്പ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈ തലച്ചോറിലുള്ള സ്കാനിങ് നടത്തി അതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ ഇന്ന് സംസാരിച്ച പക്ഷാഘാതമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് എന്ന് മനസ്സിലാക്കാം. അതല്ല കയ്യിലെ തരിപ്പ് നമ്മുടെ കഴുത്തിലുള്ള ഞരമ്പിന് അമർച്ച കാരണം നമ്മുടെ കൈയിൽ തന്നെ, നമ്മുടെ കൈയിന്റെ ഉള്ളം കൈയിന്റെ തുടക്കത്തിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. നമ്മുടെ മണിബന്ധം എന്ന് പറയില്ല, നമ്മള് നിസ്കരിക്കുമ്പോൾ പിടിക്കുന്ന ഭാഗം, ആ ഭാഗത്തിന് അടിയിലൂടെ ഒരു ചെറിയ നരമ്പ് പോകുന്നുണ്ട്. ആ നരമ്പിന് അമർച്ച വന്നാൽ അങ്ങനെ തരിപ്പുണ്ടാവാം. ഏതായാലും എന്ത് കാരണം കൊണ്ടാണ് ഈ തരിപ്പ് വന്നതെന്നുള്ളത് അറിയേണ്ടതായിട്ട് വരും. ആ കാരണം തലച്ചോറിലുള്ള ബ്ലോക്കാണ് അല്ലെങ്കിൽ തലച്ചോറിലുള്ള രക്തക്കൊഴത്തിലുള്ള ബ്ലോക്കാണ് എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകൾ വേണ്ടിവരും. അപ്പോൾ നാട്ടിൽ വരുന്ന കൂടുതൽ പരിശോധനകളോ അല്ലെങ്കിൽ ന്യൂറോളജിനെയൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകളും വേണ്ടിവരും. ബ്ലോക്ക് എന്ന് പറയണ അതിനെക്കുറിച്ച് അത്ര തന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ. ക്ഷമ ചോദിക്കുന്നു. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഡോക്ടർ സാഹബ്, ഒരു പ്രേക്ഷകൻ എഴുതി ചോദിക്കാണ്, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം തളർന്നാൽ അത് പക്ഷപാതത്തിന്റെ ലക്ഷണം ആണോ? അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്ത് ചെറിയ ചെറിയ കൊഴുക്കൾ, ഒരു കറുത്ത കറുത്ത പാടുകൾ ഉണ്ടാകും, അത് ഏത് രോഗത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോകുക എന്നുള്ളത് ഏറ്റവും ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ട കാരണം തലച്ചോറിന്റെ പ്രശ്നം തന്നെയാണ്, പക്ഷാഘാതത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ തലച്ചോറിന് ഞാൻ പറഞ്ഞു ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറാണ്. ഇപ്പൊ കൈയിന്റെ ഭാഗം നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ കൈയിന് തളർച്ച അല്ലെങ്കിൽ തീരെ ഇളക്കം പറ്റാതായിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അതല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടും തളർച്ച ഉണ്ടാവാം. നമ്മുടെ തലച്ചോറ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നട്ടലിനകത്തുള്ള സുഷുമ്ന നാഡി, സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സാധനം, അപ്പോ അതിനെന്തെങ്കിലും പ്രശ്നം അവിടെയും ഇതുപോലെ ബ്ലോക്ക്, ഈ ഇസ്കീമിയ ഉണ്ടാവാം, അവിടെ ഉണ്ടാവാം. അവിടെ ബ്ലോക്ക് ഇതുപോലെ അവിടെയും ബ്ലോക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ
ഞരമ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡിസ്ക് തള്ളിച്ച അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ പാരാലിസിസ് അല്ലെങ്കിൽ ഒരു ഭാഗത്തെ തളർച്ച ഉണ്ടാവാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. പലപ്പോഴും ഒരു 60% അല്ലെങ്കിൽ അതിൽ കൂടുതലും ഒരു ഭാഗത്ത് തളർച്ച വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക തലേന്റെ സീറ്റ് എടുത്ത് നോക്കുകയാണ് ചെയ്യുക. തലയിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലാണ് മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങാം. പിന്നെ വേറെന്തോ ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെ ചോദിച്ചും തോന്നുന്നു അല്ലെ. ആ കഴുത്തില് കറുത്ത തരത്തിലുള്ള ഒരു പാടുകളോ അല്ലെങ്കിൽ കുരുക്കളോ. പാടുകൾ വേറെയാണ്, കുരുക്കൾ വേറെയാണ്. പാട് ഒരു തരത്തിലുള്ള ഒരു വെൽവെറ്റ് പോലെയൊക്കെയുള്ള തരത്തിലുള്ള പാട്, ഒരു കറുത്ത പാടുകളാണെങ്കിൽ അത് പ്രമേഹമുള്ള ആളുകളിൽ ഒക്കെ ഉണ്ടാവാം. പ്രമേഹമുള്ള ആളുകളിൽ അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമുണ്ട്. ഒരു അസുഖം എന്നല്ല പറയാൻ പറ്റില്ല, ഉള്ളിലുള്ള അസുഖത്തിന്റെ ഒരു പുറത്തേക്ക് കാണുന്ന ഒരു ലക്ഷണം. നമ്മുടെ വെളുത്ത തൊലിയൊക്കെ ഉള്ള ആളുകളിൽ ഒരു കറുത്ത കളറിൽ തൊലി, കുറച്ചുകൂടെ കട്ടിയുള്ള തരത്തിലുള്ള തൊലി, വെൽവെറ്റ് പോലെയൊക്കെയുള്ള ഒരു തൊലി, വെൽവെറ്റി സ്കിൻ എന്നാ പറയാം. അപ്പോൾ അത് പ്രമേഹ രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാവാം. വല്ലാതെ തടി കൂടിയ ആളുകളിൽ മെറ്റബോളിക് എക്സ് സിൻഡ്രോം എന്ന് പറയും, മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗമായിട്ടുണ്ടാവാം. അത് തൊലിയുടെ നിറവ്യത്യാസം, അതിന്റെ കൂടെ കറുത്ത തരത്തിലുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള കുരുക്കളാണെങ്കിൽ ഇതല്ലാതെ ഉണ്ടാവാം. ഇതാണ് അതിനെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രമേഹം ഉണ്ടെങ്കിൽ അതോടനുബന്ധിച്ചുണ്ടാവാം. അതിൽ പ്രമേഹമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും മാലയോ മറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. 1.25 മണിക്കൂറായി അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ വെച്ച് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട ഡോക്ടർ സാബ് സംസാരിച്ച വിഷയത്തിൽ എല്ലാ സംശയവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്കിലേക്ക് വരാവുന്നതാണ്. സഹോദരൻ, നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം തളർന്നാൽ അതിനുള്ള അതായത് ഇത്രമേലും ഡോക്ടർ സംസാരിച്ചത് സഹോദരൻ കേട്ടിട്ടില്ലായിരുന്നല്ലോ. വീണ്ടും അത് തന്നെ ചോദിക്കുന്നതുകൊണ്ട് ഏതായാലും ആർക്കെങ്കിലും ഈ വിഷയത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ സംശയം തീർക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ സാഹിബ് വീണ്ടും നമ്മളുമായി സംവദിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ജസീൽ കേസി എന്ന് പറയുന്ന വ്യക്തി ഒരു ചോദ്യം പബ്ലിക്കിൽ വിട്ടിട്ടുണ്ട്. തലച്ചോറ് മുഴുവനായി മരിച്ചാലും ഹൃദയം മരിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ എത്ര കാലം ജീവിക്കാം? ഈ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവണില്ല. എന്നാലും അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം. തലച്ചോറാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയത്തെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. പക്ഷേ ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ബ്രെയിൻ ഡെഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹൃദയ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിലനിർത്താൻ സാധിക്കും. അതായത് നമുക്ക് ഹൃദയത്തിന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഹൃദയത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ ശ്വാസകോശത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ അത്രയും കാലം ശരീരത്തിൽ നമുക്ക് ശരീരം നശിക്കാതെ സൂക്ഷിക്കാമെന്ന് മാത്രം. തലച്ചോറ് പ്രവർത്തനം ഉണ്ടാവില്ല, തലച്ചോറ് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ചെയ്യുന്നത് ഒരു ബ്രെയിൻ ഡെഡ് അവസ്ഥ എന്ന് പറയാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച്. അത് ആ സമയത്ത് നമ്മൾ വെന്റിലേറ്ററിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അത്രയും കാലം നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്രയും കാലം കുറച്ച് നിൽക്കും. സാധാരണഗതിയിൽ ഇത് ചെയ്യാറ് ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഈ ഓർഗൻ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാറ്. എന്തെങ്കിലും നമ്മുടെ മരിച്ച ആളുകളിൽ നിന്ന് ഓർഗൻ എടുത്ത് അവയവം എടുത്ത് വേറെ ആളുകൾക്ക് വെച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ തലച്ചോറ് ഒരു ബ്രെയിൻ ഡെഡ് ആയ ആളുകളിൽ അങ്ങനെ ചെയ്തിട്ട് നിൽക്കാറുണ്ട്. അത് കുറെ അധികം സമയത്തേക്കൊന്നും പറ്റില്ല കേട്ടോ. കുറെ അധികം സമയത്ത് പറഞ്ഞാൽ അത്
നമ്മൾ വെന്റിലേറ്ററിലാണ്. അപ്പോൾ അത് വെന്റിലേറ്ററിൽ കുറെ കാലം വെച്ചാൽ അത് കാരണം തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും. പിന്നെ ഹൃദയത്തിന് സപ്പോർട്ട് വേറെ ഇല്ല. ഹൃദയം സ്വന്തമായിട്ട് മിടിക്കാൻ ഉള്ളത് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം തന്നെയാണ്. ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് അധിക സമയത്തേക്ക് നിൽക്കില്ല. അത് ഒരു മറ്റു പുറത്തുനിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രം കുറച്ചു കാലത്തേക്ക് നീണ്ടുപോകുന്ന ഒരു ജൈവ പ്രക്രിയകൾ നിൽക്കുന്നു മാത്രം. ആൾക്ക് ബോധം ഉണ്ടാവില്ല. ശരീരത്തിന്റെ ജീവൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഹൃദയത്തിനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മാത്രം. ആക്സിഡന്റ് സംഭവിച്ച ആളുകളെ കൂട്ടിപ്പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, ആക്സിഡന്റ് സംഭവിച്ച ആളുകളെ കൂട്ടിപ്പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നട്ടെല്ലിന് പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയാണോ എന്നൊരു ചോദ്യം പബ്ലിക്കിൽ വന്നിട്ടുണ്ട്. ആക്സിഡന്റ്, വീഴ്ച, ഇങ്ങനെയുള്ള ആളുകൾ എന്ത് സംഭവിച്ചാലും അങ്ങനെയുള്ള ആളുകളിൽ എല്ലാ ഭാഗത്തും എല്ലൊടിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നട്ടെല്ലിനും എല്ലൊടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നട്ടെല്ലിന് എല്ലിന് ഒടിവുണ്ടായാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നട്ടെല്ലെന്ന് പറഞ്ഞാൽ നട്ടെല്ലിനകത്തുകൂടെ നമുക്ക് സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞരമ്പ് പോകുന്നുണ്ട്. സ്പൈനൽ കോഡ് എന്നുള്ള പരമ്പ് ഞാൻ തലച്ചോറാണ് എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽസ് എല്ലാം നട്ടലിനകത്തുള്ള ഈ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ഈ സുഷുമ്നാ നാഡി വഴിയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നത്. ഒരു വലിയൊരു ഞരമ്പ് നമ്മുടെ കഴുത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഊര വരെ എത്തുന്ന ഒരു വലിയ ഞരമ്പ് സങ്കല്പിക്കാം. അത് നമ്മുടെ നട്ടലിനുള്ളിലൂടെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ നട്ടലിന് എന്തെങ്കിലും ഒരു പൊട്ടൽ സംഭവിച്ചാൽ, പൊട്ടിക്കഴിഞ്ഞാൽ എല്ല് കൂർത്തിരിക്കുമല്ലോ, എല്ല് പൊട്ടിയാൽ അത് അതിന് മൂർച്ചയുള്ള ഭാഗം ഉണ്ടാവും. അപ്പോ നമ്മൾ പൊട്ടിയ എല്ല് നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കാതെ എടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടലുള്ള ഈ മൂർച്ചയുള്ള ഭാഗം പരസ്പരം ഇളകിയിട്ട് അതിനകത്തിരിക്കുന്ന സുഷുമ്നാ നാഡിക്ക് കേട് സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അപകടം സംഭവിച്ച ആളുകളെ കഴുത്ത് മുതൽ താഴെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് വേണം എടുക്കാന്ന് പറയാം. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആള് കിടക്കുന്നതിന് തൊട്ടടുത്ത് ഒരു വലിയൊരു പലക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് ഇളക്കം തട്ടാതെ കിടത്താൻ പറ്റുന്ന ഒരു വലിയൊരു പ്രതലത്തിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം ചുരുങ്ങിയത് ഒരു 4-5 ആളുകളെങ്കിലും ചേർന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒന്നിച്ച് പിടിച്ച് കഴുത്തിന്റെ ഭാഗം ശരിക്കും മുകൾ ഭാഗം നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് കൈ രണ്ടും തോളിന് താഴേക്ക് വെച്ച് നമ്മുടെ കൈപ്പത്തി രണ്ടും തോളിന് താഴെ വെക്കുക. ആള് നേരെ കിടക്കുകയാണെങ്കിൽ ഒരാള് തലയുടെ നേരെ വന്നിരിക്കുക, തലയുടെ നേരെ അയാളുടെ നെഞ്ചിലേക്ക് നോക്കുന്ന രീതിയിൽ ഒരാൾ വന്നിരിക്കുക. എന്നിട്ട് 2 കൈപ്പത്തിയും ആളുടെ 2 തോളലിന് താഴേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടുകൈ കൊണ്ട് നമ്മുടെ ഈ അപകടം പറ്റിയ വ്യക്തിയുടെ ചെവിയിലേക്ക് ചേർത്ത് പിടിക്കുക. അപ്പോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആളെ പിടിച്ചിട്ടുണ്ട്, ആ ആളുടെ തല ഇളകില്ല, നമ്മുടെ മുട്ടുകാലിന്റെ ഇടയിലാണ്. അപ്പോ കഴുത്തിന് സപ്പോർട്ടായിട്ട് അങ്ങനെ പിടിക്കുക ഒരാള്. അങ്ങനെ 4-5 ആളുകൾ ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് എല്ലാവരും ടൈം എണ്ണീറ്റ് 1, 2, 3 അല്ലെങ്കിൽ 3ാമത്തെ നമ്പറിൽ ഒന്നിച്ച് എടുത്ത ആള് അങ്ങോട്ട് ആ ഒരു കട്ടിലേക്ക് അല്ലെങ്കിൽ ആ സ്ട്രെച്ചറിലേക്ക് കിടത്തണം എന്ന് ഉറപ്പിച്ചിട്ട് ഒരാളെ നിയന്ത്രണത്തിൽ ആ ഒരു തലയുടെ അടുത്ത് നിൽക്കുന്ന ആളെ അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് മാറ്റാൻ വേണ്ടി ആരാണോ നേതൃത്വം കൊടുക്കുന്ന അയാൾ പറയുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചെടുത്തിട്ട് ആ ഒരു പ്രതലത്തിലേക്ക് കിടത്തുക അല്ലെങ്കിൽ സ്ട്രെച്ചറിലേക്ക് കിടത്തുക. അപ്പോഴും കഴുത്തിളകാൻ പാടില്ല. എന്നിട്ട് ആളെ കൊണ്ടുപോകണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തലച്ചോറിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഈ സുഷുമ്നാ നാഡിക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് താഴത്തേക്കുള്ള ഒരു കാര്യം നടക്കില്ല. ഒരിക്കൽ കൂടി പറയാം, ആക്സിഡന്റ് സംഭവിച്ച ആളുകളിൽ അല്ലെങ്കിൽ അപകടം സംഭവിച്ച ഏത് അപകടം, മുകളിൽ നിന്ന് വീഴുന്നതാവട്ടെ, ഏത് തരം അപകടത്തിലുള്ള സംഭവിച്ച ആളുകളിലും നട്ടെല്ല് പൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. പൊട്ടിയ എല്ലിന്റെ കൂർത്ത ഭാഗം ഇളക്കം സംഭവിക്കുമ്പോൾ അതിനകത്തുള്ള സുഷുമ്നാ നാഡിയെ ബാധിച്ചിട്ട് മുറിവുണ്ടാവും. അങ്ങനെ അത് കാരണം അതിന് താഴേക്ക് തളർച്ച ഉണ്ടാവാം. അതില്ലാതിരിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഒന്നിച്ച് ഒരേ സമയത്ത് അധികം ഇളക്കം തട്ടാതെ ഒരു ഉറപ്പുള്ള പ്രതലത്തിലേക്ക് ആളെ എടുത്ത് കിടത്തി വെച്ചിട്ട് വേണം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ആ സമയത്ത് കഴുത്തിനും പ്രത്യേകം സപ്പോർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
അതിന് പ്രത്യേക രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അതൊന്നും അറിയാൻ പറ്റണില്ലെങ്കിൽ കഴിയുന്നത്ര ഇളക്കം കുറച്ചിട്ട് കുറെ ഒരു 4 ആളുകളെങ്കിലും ഒന്നിച്ച് ആളെ എടുത്ത് കൊണ്ടുപോവുക. അവിടേക്ക് പോകുമ്പോൾ 1 2 3 1 2 3 എന്ന് പറയുമ്പോൾ 3 പറയുന്ന സമയത്ത് വേണം ആളെടുക്കാന്ന് പറഞ്ഞാൽ അധികം ഇളക്കം സംഭവിക്കില്ല. എല്ലാവരും ഒന്നിച്ചെടുത്താൽ ഇളക്കം കഴിയുന്നത്ര കുറഞ്ഞിരിക്കും. അത് അപകടത്തിൽ സഹായിക്കാൻ പോകുന്ന ആളുകൾ, അപകടം കണ്ടു നിൽക്കുന്ന ആളുകൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിൽ നിർബന്ധമായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല. ഗൾഫിലൊക്കെ ഈ അപകടം സംഭവിച്ച് ആളെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു അപകടം അങ്ങനെ ശ്രദ്ധിക്കാതെ എടുത്ത കാരണം അയാൾക്ക് ഒരു ഭാഗം തളർന്നുപോയി, അല്ലെങ്കിൽ മൊത്തം തളർന്നുപോയി. അതിന്റെ പേരിൽ ഈ സഹായിക്കാൻ വന്ന ആൾക്കെതിരെ കേസ് കൊടുത്തിട്ട് കുറെ അധികം നഷ്ടം സംഭവിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതായത് ഈ സഹായിക്കാൻ വന്ന ആളുടെ അറിവില്ലായ്മ കാരണം ഈ അപകടം പറ്റിയ ആൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടായി, അതിനെതിരെ കേസ് കൊടുത്ത് അയാൾ കുറെ ബുദ്ധിമുട്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ സഹായിക്കാൻ ചെല്ലുന്ന ആള് ബോധവാനായിരിക്കണം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഏതായാലും നല്ല ഒരു ക്ലാസ് തന്നെ നമുക്ക് ലഭിച്ചു, അൽഹംദുലില്ലാഹ്. ഏതായാലും ഇനി ആരെങ്കിലും ഫ്രീ ആയിട്ട് ചോദിക്കാൻ, മനസ്സിലാക്കാൻ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മൈക്കിലേക്ക് വരിക. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഇന്നത്തെ മെഡി ടോക്ക് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഡോക്ടർ സാഹബ് കേൾക്കുന്നുണ്ട്, ഒരിക്കലും മൈക്കിൽ വന്നിട്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം ആരെയും കാണുന്നില്ല. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? റഹ്മാൻ സാഹിബ് ആരെയും കാണുന്നില്ല. ഡോക്ടർ സാഹിബ് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഈ ജസീൽ ഖേസി എന്ന് പറയുന്ന വ്യക്തി മൈക്കില്ലേ നിങ്ങളതില്? അതോ പുരുഷ ഐഡിയിലുള്ള സ്ത്രീയാണോ? എന്താ അറിയില്ല. ഏതായാലും ഒരു ചോദ്യം കൂടെ അദ്ദേഹം പബ്ലിക്കിൽ വിട്ടിട്ടുണ്ട്. കുഴിനകം ഉണ്ടാകാതിരിക്കാൻ നഖത്തിന്റെ സൈഡ് കട്ട് ചെയ്ത് എടുക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? കുഴിനകം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നഖത്തിന് കൊടുക്കുന്ന ശ്രദ്ധയിലുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. നമ്മൾ കൂടുതൽ ഉള്ളോട്ട് വെട്ടുമ്പോഴാണ് ഈ കുഴിനകം കൂടുതൽ ഉണ്ടാകുന്നത്. കൂടുതൽ ഉള്ളോട്ട് വെട്ടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞ നഖം എന്ന് പറഞ്ഞാൽ കുറച്ച് മൂർച്ചയുള്ളതാണ്. മൂർച്ചയുള്ള നഖം നമ്മൾ നടക്കുമ്പോഴൊക്കെ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ കുത്തിത്തറച്ച് ചെറിയ മുറിവുകൾ ഉണ്ടാവും. അത് കാരണം പിന്നെ ആ മുറിവിൽ പഴുപ്പ് കയറിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതാണ് കുഴിനകത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റാ പോലെ വല്ലാതെ ഉള്ളിലേക്ക്, ഈ സൈഡ് ഭാഗം വല്ലാതെ ഉള്ളിലേക്ക് വെട്ടാൻ പാടില്ല എന്നാ പറയാ. അത് കഴിയുന്നതും പുറത്തേക്ക് നിൽക്കണം. സൈഡ് നമ്മൾ കഴിയുന്നത്ര കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം മാത്രം വെട്ടുക. ഉള്ളിലേക്ക് കയറ്റി വെട്ടാതിരുന്നാൽ കുഴിനകം ഉണ്ടാവുന്ന തടയാം. ഉണ്ടായ ആളുകളിൽ പിന്നെ ചികിത്സ വേറെയാണ്. അത് ചിലപ്പോൾ നഖം കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നഖം എടുത്ത് കളയേണ്ടി വരും. പിന്നെ അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏതായാലും കൂടുതൽ ചോദ്യങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അറിഞ്ഞിരിക്കണമെന്ന് ഡോക്ടർമാർ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. പക്ഷാഘാതം, അതിനെക്കുറിച്ചുള്ള ഒരു മിനിമം അവബോധം ഉണ്ടാക്കാൻ എന്റെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഏതായാലും മറ്റ് ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അമീർ സാഹിബും മറ്റുമൊക്കെ PM-ലും മറ്റും നേരിട്ടൊക്കെ ബന്ധപ്പെടുന്നതനുസരിച്ച് എന്റെ ഒഴിവ് സമയം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇനിയും ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിക്കാം. എന്റെ ഒഴിവ് സമയം മറ്റുമെല്ലാം കൂടുതലും പകൽ സമയത്തായത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വിഷയം അത് പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസം നൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ. അതാണ് അതിന്റെ പ്രശ്നം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്റെ
പഠനവുമായി ബന്ധപ്പെട്ട ചില തിരക്കുകളുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നെക്കുറിച്ച് അറിയാത്ത ആളുകൾ, ഞാൻ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തുടക്കാലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറെ കാലമായിട്ടുള്ള ആളാണ്. എന്റെ വീട് മലപ്പുറം ചേളാരി അടുത്താണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് MK ഹാജി ഹോസ്പിറ്റൽ തിരൂരങ്ങാടിയിലാണ്. ഏതായാലും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനി ആരാണ് അടുത്ത പരിപാടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൈക്കിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്മിൻസിനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.